ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മിസ്റ്റീരിയസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഭൂമിയിലൂടെ ഒരു ടണൽ ഉണ്ടാക്കി ഇതിൻ്റെ മറുവശത്തേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. നമുക്കിതൊന്ന് പരിശോധിക്കാം. നമുക്കറിയാവുന്ന പ്രകാരം ഭൂമിയുടെ ഉൾവശം 4 പ്രധാനമായ ഘടകങ്ങളാണ്. ക്രസ്റ്റ്, മാൻഡിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ എന്നിവയാണവ. സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ പല പാളികൾ ചേർന്ന ഒരു ഒണിയൻ പോലെ നമുക്ക് ഭൂമിയെ വിശേഷിപ്പിക്കാം. ഇനി ക്രസ്റ്റ് എന്താണെന്ന് നോക്കാം. ഭൂമിയുടെ പുറംപാളിയാണ് നമ്മൾ ക്രസ്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള പാളിയാണ് ക്രസ്റ്റ്. ഭൂമി കുഴിച്ച് ആദ്യം നമ്മൾ കടന്നു പോകേണ്ടത് ഈ ഒരു ഭാഗത്തൂടെയാണ്. നമ്മൾ നടക്കുന്നതും കെട്ടിടങ്ങൾ പണിയുന്നതുമായ ഭാഗം ഏകദേശം 5 മുതൽ 70ഓളം കിലോമീറ്റർ വരെ ഈ പാളിയുണ്ട്. ക്രസ്റ്റ് എന്ന ഭാഗത്തിൻ്റെ അവസാനം വരെ നമ്മൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കുഴിച്ചെത്തി. എന്നാൽ ഇനി നമ്മൾക്ക് കടക്കേണ്ടത് മാൻഡിൽ എന്ന ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഭാഗമാണ് മാൻഡിൽ എന്ന അതിഭയാനകമായ ചൂടുള്ള ഭാഗം. ഇവിടുത്തെ ചൂട് 1000 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഇതിനടുത്തേക്ക് എത്തിയാൽ നിങ്ങളുടെ ദേഹം യന്ത്രം കൊണ്ടായിരുന്നാൽ പോലും പെട്ടെന്ന് തന്നെ ഉരുകുന്നതാണ്. എന്നാൽ നമ്മൾ ഇതിനെ മറികടന്ന് താഴേക്ക് പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഭൂമിയുടെ ഔട്ടർ കോറിലേക്കാണ്. ഭൂമിയുടെ ബാഹ്യ ആന്തര കേന്ദ്രത്തിലേക്ക്. ദ്രവിച്ച ഇരുമ്പും നിക്കലും നിറഞ്ഞ ഒരു സമുദ്രം പോലെയാണ് ഇവിടം. ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ചൂട് ഏകദേശം 4000 മുതൽ 6000 ഡിഗ്രി സെൽഷ്യസ് വരെയാകും. മാത്രമല്ല അതിഭീകരമായ സമ്മർദ്ദമാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ഈ മർദ്ദം മതി നമ്മളെ വെറും പൊടിയാക്കി മാറ്റാൻ. ഔട്ടർ കോറും കടന്ന് നമ്മൾ എത്താൻ പോകുന്നത് ഭൂമിയുടെ ഏറ്റവും അവസാന ഭാഗമായ ഇന്നർ കോറിലേക്കാണ്. ഇവിടം ഒരു ഉറച്ച ഇരുമ്പ് പന്ത് പോലെയാണ്. അതിഭയങ്കരമായ സമ്മർദ്ദവും ചൂടുമുള്ള ഭാഗം. ഇവിടുത്തെ ചൂട് സൂര്യൻ്റെ ഉപരിതലത്തേക്കാൾ കൂടുതലാണ്. നമ്മളിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയ്ക്കും ഭൂമിയെ തുറന്ന് അതിൻ്റെ മറുവശത്തേക്ക് എത്താൻ കഴിയില്ല. എന്നാൽ ഭാവിയിൽ ഇത് സാധ്യമായേക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.